ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബൂസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ, പിന്നെ റസ്ക് പൊടി, പിന്നെ ഉള്ളി, മല്ലിയില, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ 2 മുട്ട, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വന്നു. കുക്കറിലേക്ക് നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആണ്. ഇതും നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വിസിൽ വന്നിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊടിച്ചെടുക്കണം. ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങും. പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും നമ്മുടെ ഉള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി നമ്മളുടെ ഈ കൂട്ട് ഒന്ന് കട്ട്ലേറ്റിൻ്റെ പരന്ന ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ മുട്ടയിൽ മുക്കി നമ്മുടെ റസ്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഈ സാധനം മൂടുന്നത് വരെ റസ്ക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ 3 ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ ഇതുപോലെ മുഴുവനും ചെയ്ത് തീർന്നു. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇത് ഒന്ന് മറിച്ചിടാം. ഇത് അത്യാവശ്യത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായി പൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.